ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൽവ റെസിപ്പി ആയിട്ടാണ്. റസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഹൽവ തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് റസ്ക് ഹൽവ തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അളവ്, പ്രത്യേകിച്ച് എണ്ണം പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് ഏകദേശം 20 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. റസ്ക് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കിസ്മിസും കാഷ്യൂനട്ടും റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ റസ്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അങ്ങനെ വരുമ്പം റസ്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. റസ്ക് ഹൽവയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് ഉടൻ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പാല് ചേർത്തിട്ട് റസ്ക് ഇവിടെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ റസ്കിൻ്റെ കാര്യം പറയണ്ടല്ലോ, മധുരം ഉണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടായി വരുമ്പോൾ പഞ്ചസാര അങ്ങ് മെൽറ്റായി തുടങ്ങും. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹൽവയുടെ കളർ മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ. പിന്നെ പാലിന് പകരം വെള്ളം ചേർത്താലും മതിയാവും. പാല് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. പാലാവുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും, അത്ര തന്നെ. അപ്പോൾ നമുക്കിതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. പാനിൻ്റെ സൈഡിൽ നിന്ന് ഹൽവ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹൽവ പാനിൽ എവിടെയും ഒട്ടിപ്പിടിക്കാതെ എല്ലാ സൈഡിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കൊന്നും വേണ്ട. ഇത് കട്ട് ചെയ്ത് കഴിക്കേണ്ട ഹൽവയൊന്നുമല്ല. ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കങ്ങ് കോരി കഴിക്കാം. അത്രയും സോഫ്റ്റാണ്. ഈ വായിലിട്ടാൽ അലിഞ്ഞു വരുക എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ഹൽവ തയ്യാറാക്കുന്ന ടൈമൊന്നും വേണ്ട. വളരെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്